എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബില്യൺ ഡേയ്സിൽ ഇയർബഡുകൾക്കുള്ള ഓഫേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പൂർണ്ണമായി നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. 1000 രൂപയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് മുകളിൽ 2000 രൂപയ്ക്ക് മുകളിൽ എന്നിങ്ങനെ എല്ലാ ബജറ്റിലുള്ള പ്രോഡക്റ്റുകളും ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ബജറ്റിലുള്ളൊരു പ്രോഡക്റ്റ് അത്യാവശ്യം വർത്ത് ബൈയിങ് ആയിട്ടുള്ളതിനെ വാങ്ങിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് 1000 രൂപയ്ക്ക് ഉള്ളിൽ നോക്കുവാണെങ്കിൽ ഡിസോ ഗോപോർട്സ് ഡി 1399 രൂപയാണ് നോർമൽ റേറ്റ്. 999 രൂപയ്ക്ക് നമുക്കിപ്പോൾ ലഭ്യമാകുന്നു. അതേപോലെ തന്നെ റിയൽമിയുടെ ബഡ്സ് Q2 നിയോ 1599 രൂപയുടെ പ്രോഡക്റ്റ് ആണ് 999 രൂപയ്ക്ക്. ഗോപോർട്സ് ഡിയും ബഡ്സ് Q2 നിയോയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് 88 ms ബഡ്സ് Q2 നിയോയിൽ ലഭ്യമാകുമ്പോൾ 110 ms ഗോപോർട്സ് ഡിയിൽ ലഭ്യമാകുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. റിയൽമി ആണെങ്കിൽ റിയൽമിയിലേക്ക് പോകാം, ഗോപോർട്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡിസോ ആണെങ്കിൽ അതിലേക്ക് പോകാം. ഗെയിം കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു ബഡ്സ് Q2 നിയോ ആയിരിക്കും കുറച്ച് ബെറ്റർ എന്നുള്ളത്. ഇനി റെഡ്മിയിൽ നോക്കുവാണെങ്കിൽ ഇയർബഡ്സ് 2C 1499 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ നമുക്കിതിപ്പോൾ 999 രൂപയ്ക്ക് കാണാൻ സാധിക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റ് ആണ്. എന്നാലും എന്താ പറയുക, നിങ്ങൾക്ക് റെഡ്മി ഇഷ്ടമാണെങ്കിൽ മാത്രം ഇതിലേക്ക് പോകുക എന്നുള്ളതാണ്. കൂടാതെ ബോൾട്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഫ്രീ പോർട്സ് പ്രോ 1299 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ വില. 899 രൂപയ്ക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഒരു പ്രോഡക്റ്റ് ആക്ച്വലി 1499 രൂപയായിരുന്നു കുറേ നാൾ. എന്നാൽ റേറ്റിംഗ് വളരെ കുറവും അതുപോലെ തന്നെ ആളുകൾ വാങ്ങിക്കാതിരുന്നപ്പോഴാണ് ഇത് 1299 കൊണ്ടുവന്നത് പെർമനന്റ് ആയിട്ട്. എന്നാൽ ഇപ്പോൾ നമുക്കത് 899 രൂപയ്ക്ക് ലഭ്യമാകും. കൂടാതെ എക്സ്പോർട്സ് ഹാഫ് ഇൻ ഇയർ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. 1299 നോർമൽ റേറ്റിലുള്ള പ്രോഡക്റ്റ് നമുക്ക് 899 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ഗിയർ പോർട്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 999 രൂപ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നോർമൽ റേറ്റ് കാണുന്നത്. കോംബഡ്സ് 1099 രൂപയുടെ പ്രോഡക്റ്റ് 799 രൂപയ്ക്ക് കിട്ടുന്നു. മ്യൂസിക് ക്വാളിറ്റി അത്യാവശ്യം ഓക്കെയാണ്, എന്നാൽ മൈക്ക് ക്വാളിറ്റി അതിലും ഇല്ല. ഈ ഒരു ബോൾട്ടിന്റെ പ്രോഡക്റ്റുകൾ ഏതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഫ്രീ പോർട്സ് പ്രോ കുഴപ്പമില്ല. നിങ്ങൾക്ക് ബോൾട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ മാത്രം അതിലേക്ക് പോവുക. ഡ്യൂറബിലിറ്റി എവിടെയൊക്കെയോ ചെറിയൊരു മിസ്സിംഗ് ആണ് ഈ ഒരു ഫ്രീ പോർട്സ് പ്രോയിൽ. അതേപോലെ തന്നെ ഹാഫ് ഇൻ ഇയർ ആണെങ്കിൽ എക്സ്പോർട്സ് വാങ്ങിക്കുന്ന യാതൊരുവിധ പ്രശ്നവും ഇല്ല. ഇനി ബോട്ടിലേക്ക് നോക്കുവാണെങ്കിൽ എയർഡോപ്സ് 131 1299 രൂപയുടെ പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 799 രൂപയ്ക്ക് കിട്ടുന്നു. ബോട്ടിൽ ഒരു ഹാഫ് ഇൻ ഇയർ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 131 പോകാം. അതേപോലെ തന്നെ എയർഡോപ്സ് 101 1299 ഇത് ആ ഒരു സെയിം നമ്മുടെ ഫ്രീ പോർട്സ് പ്രോയുടെ പോലെയാണ്. 1499 നോർമൽ റേറ്റ്. എന്നാൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് 1299 മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമുക്കിത് ഓഫർ റേറ്റിൽ 899 രൂപയ്ക്ക് ലഭ്യമാകുന്നതാണ്. ബേസ് എന്താ പറയുക, ഡോമിനേറ്റഡ് ആയിട്ടൊരു മോണോ ടൈപ്പ് ഔട്ട്പുട്ട് ആണ് ഇതിൽ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ ചാൻസസ് കുറവാണ്. ആ ഒരൊറ്റ റീസൺ തന്നെയാണ് ആക്ച്വലി ഈ ഒരു 1299 ഇതിനെ കൊണ്ടെത്തിച്ചത്. ഇനി മിവി നോക്കുവാണെങ്കിൽ ഡിയോ പോർട്സ് F30 നമ്മുടെ ചാനലിൽ ഈ ഒരു ആദ്യമായിട്ട് ഒരു TWS മിവിയുടെ അൺബോക്സ് ചെയ്ത് ഈ ഒരു F30 ആയിരുന്നു. ഞാൻ അങ്ങോട്ട് എന്താ പറയുക ഇംപ്രസ്ഡ് അല്ലായിരുന്നു. കാരണം മ്യൂസിക് ക്വാളിറ്റി ആയാലും അതുപോലെ തന്നെ മൈക്ക് ക്വാളിറ്റി ആയാലും ഈവൻ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഒരു ഡിസൈൻ നല്ല രസമുണ്ട്. മിവിയുടെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ മാത്രം അതിലേക്ക് പോവുക, അതർവൈസ് അത് വർത്ത് ബൈയിങ് അല്ല. 1299 രൂപയുടെ പ്രോഡക്റ്റ് ഇപ്പോൾ നമുക്ക് 899 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഇനി ഡിയോ പോർട്സ് M20 1199 പ്രോഡക്റ്റ് ഇപ്പോൾ 699 രൂപയ്ക്ക് കിട്ടുന്നു. ഇതിലും മൈക്ക് ക്വാളിറ്റി ഭയങ്കര സുഖമല്ല, കാരണം കുറേ കൂട്ടുകാർ ഇത് എടുത്തിട്ട് അവർ റിട്ടേൺ അയച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നോയ്സിൽ നോക്കുവാണെങ്കിൽ നോയ്സിൽ ഈ 2 പ്രോഡക്റ്റുകളും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തില്ല. കാരണം 2 ഞാൻ അൺബോക്സ് ചെയ്തിട്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കൊള്ളത്തില്ല എന്നുള്ളത്. ഒന്ന് പറയുന്നത് എയർബഡ്സ് മിനി 1299 രൂപയാണ് 895 രൂപയ്ക്കും. ബഡ്സ് VS 102 1299 രൂപയുടെ പ്രോഡക്റ്റ് 799 രൂപയ്ക്കും ലഭ്യമാണ്. ബഡ്സ് VS 102 ഞാൻ ഫസ്റ്റ് സെയിലിൽ തന്നെ വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ആയിരുന്നു. എന്നാൽ എയർബഡ്സ് മിനി എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണുന്നൊരു കൂട്ടുകാരുണ്ട്. ബ്രോ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു എയർബഡ്സ് മിനി വാങ്ങിച്ചതെന്നുള്ളതാണ്. എന്തായാലും 2 പ്രോഡക്റ്റുകളും ആക്ച്വലി നമുക്ക് റെക്കമെൻഡ് ഞാൻ ചെയ്യത്തില്ല. ഇനി പീട്രോണിലേക്ക് നോക്കുവാണെങ്കിൽ ബേസ് സ്പോർട്സ് 281 1199 രൂപയുടെ പ്രോഡക്റ്റ് 949 രൂപയ്ക്കും. ബേസ് സ്പോർട്സ് 381 999 രൂപയുടെ പ്രോഡക്റ്റ് 899 രൂപയ്ക്കും. ബേസ് സ്പോർട്സ് 581 1099 രൂപയുടെ പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 799 രൂപയ്ക്ക് ലഭ്യമാകുന്നു. എന്തായാലും പീട്രോൺ ബ്രാൻഡ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇതിലേക്ക് പോവുക, അതർവൈസ് ഞാൻ ഒരിക്കലും ഇതും പറയത്തില്ല. ഇനി വി കൂൾ നോക്കുവാണെങ്കിൽ മൂൺ വാക്ക് M1
999 ആണ്, അത് 899 കിട്ടുന്നു. മൂൺ വാക്ക് മിനി 899, 849 ആയിരുന്നു, എന്നാൽ ഇപ്പോൾ നമുക്കത് 899ലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് 1000 രൂപയ്ക്കുള്ളിൽ കാണാൻ സാധിക്കുന്ന ഇയർബഡുകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ ഏത് ചൂസ് ചെയ്യുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗെയിമിങ്ങിനാണെങ്കിൽ റിയൽമി ബഡ്സ് Q2 നിയോയും, അതല്ല എന്നുണ്ടെങ്കിൽ ഗോപോഡ്സ് ഡിയു ആയിരിക്കും. അതർവൈസ് വേറെ ഒരു പ്രോഡക്റ്റുകൾ ഞാൻ അങ്ങോട്ട് ചൂസ് ചെയ്യത്തില്ല. പക്ഷേ ആ ഒരു ഡിസൈനിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗിയർ പോഡ്സും നല്ലതാണ്. പക്ഷേ പുതിയ പ്രോഡക്റ്റാണ്, വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി. എന്തായാലും നമ്മുടെ ചാനലിൽ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും. ഇപ്പോൾ എന്തായാലും ഞാൻ ചൂസ് ചെയ്യുന്നത് ഉറപ്പായിട്ടും ബഡ്സ് Q2 നിയോ അല്ലെങ്കിൽ ഗോപോഡ്സ് ഡി ആയിരിക്കും. എനിക്കെന്നുള്ളതല്ല, നിങ്ങൾക്കായാലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ തന്നെയായിരിക്കും 100% വർത്ത് ബൈങ് ആകുക. ഇനി 2000 അല്ലെങ്കിൽ 2000-ന് മുകളിലുള്ള പ്രോഡക്റ്റുകളാണ് ഒരുമിച്ചിട്ടായിരിക്കും ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഡിസോയിൽ തന്നെ നോക്കുവാണെങ്കിൽ ഗോപോഡ്സ് നിയോ 2299 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ ഇപ്പോൾ അത് 1899 രൂപയ്ക്ക്. പക്ഷേ ഇത് പ്ലസ് മെമ്പേഴ്സിന് 1799 രൂപയ്ക്ക് ഞാൻ കണ്ടിരുന്നു. അതേപോലെ തന്നെ ഗോപോഡ്സ് 3299 രൂപയുടെ പ്രോഡക്റ്റ് 2499 രൂപയ്ക്കും, ബഡ്സ് സി 1999 രൂപയുടെ പ്രോഡക്റ്റ് ഈ ഒരു ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ സ്പെഷ്യലിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു 1299 രൂപയ്ക്ക്. പക്ഷേ ഇപ്പോൾ അത് സോൾഡ് ഔട്ട് ആണ്. എന്തായാലും 3 പ്രോഡക്റ്റുകളും നല്ല വർത്ത് ബൈങ് ആണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ANC-യും ട്രാൻസ്പെറൻസി മോഡും ഒക്കെ തന്നെ ഇതിൽ എല്ലാത്തിലും തന്നെ ഉണ്ട്. ബഡ്സ് സി ഒഴിച്ച് ഈ ഒരു ഗോപോഡ്സിലും ഗോപോഡ്സ് നിയോയിലും. ഇനി റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ ബഡ്സ് Q2 2499 രൂപയുടെ പ്രോഡക്റ്റ് 2199 രൂപയും, ബഡ്സ് എയർ 2 3299 രൂപയുടെ പ്രോഡക്റ്റ് 2499 രൂപയ്ക്കും ലഭ്യമാകും. ഈ ഒരു ബഡ്സ് Q2 ആയാലും ബഡ്സ് എയർ 2 ആയാലും സെയിം നമ്മുടെ ഗോപോഡ്സ് നിയോ ഗോപോഡ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ലേറ്റസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഗോപോഡ്സ് ആണ്, അതിലേക്ക് പോകുന്നതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് പറയുന്നത്. ഇനി ബോട്ടിൽ നോക്കുവാണെങ്കിൽ എയർഡോപ്സ് 402 1799 രൂപയുടെ പ്രോഡക്റ്റ് 1199 രൂപ. എന്താണ് ഇതിന് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇത് 999 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ആക്ച്വലി ഗെയിമിങ്ങിനൊന്നും കൊള്ളത്തില്ല. മൈക്ക് ക്വാളിറ്റി ബിലോ ആവറേജ് ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ മ്യൂസിക് ക്വാളിറ്റി അത്യാവശ്യം നല്ലത് തന്നെയാണ് ഈ ഒരു 402-ൽ. ഇനി 431 നോക്കുവാണെങ്കിൽ സെയിം അതുപോലെ തന്നെയാണ്. മൈക്ക് ക്വാളിറ്റി കൊള്ളത്തില്ല, എന്നാൽ ഈ ഒരു മ്യൂസിക് ക്വാളിറ്റി കൊള്ളാം. 1999 രൂപയാണ് നോർമൽ റേറ്റ്, 1299 രൂപയ്ക്ക് ഇത് ലഭ്യമാകുന്നു. എയർഡോപ്സ് 381 1999 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ നമുക്കത് പ്രീ ഓർഡറിൽ 999 രൂപയ്ക്ക് കാണുമായിരുന്നു. പിന്നെ അത് 1499 മാറി എങ്കിൽ പോലും ഇപ്പോൾ ലിസ്റ്റിലേ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു 381. എനിക്ക് തോന്നുന്നു സോൾഡ് ഔട്ട് ആയി കാണും. എയർഡോപ്സ് 201 1799 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് 1499 രൂപയ്ക്ക് ലഭ്യമാകുന്നു. എന്തായാലും ഇതിനകത്ത് ഏത് പ്രോഡക്റ്റ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 381 ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മ്യൂസിക് ക്വാളിറ്റിക്കും മൈക്ക് ക്വാളിറ്റിക്കും വേണ്ടി ഞാൻ ഈ ഒരു 381 ചൂസ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കാണാനില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു 402 ആയിരിക്കും ഞാൻ എടുക്കുന്നത്. കാരണം മ്യൂസിക് ക്വാളിറ്റി അത്യാവശ്യം ഓക്കെയാണ് ഈ ഒരു 402-ൽ. ഇനി ബോൾട്ട് ഓഡിയോയിലേക്ക് നോക്കുവാണെങ്കിൽ എയർ ബേസ് ഫ്രീ പോർട്സ് 1799 രൂപയായിരുന്നു പണ്ടത്തെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അത് പിന്നെ 1499 മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് 1199 രൂപയാണ്. ഉറപ്പായിട്ടും ഇത് വർത്ത് ബൈങ് അല്ല എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രീ പോർട്സ് വാങ്ങിക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. ഇനി എൻകോർ 1999 രൂപയുടെ പുതിയ പ്രോഡക്റ്റാണ്, അത് 1799-നും. ട്രൂ ബഡ്സ് 1799 രൂപയുടെ പ്രോഡക്റ്റ് 1299 രൂപയ്ക്കും. എയർ ബേസ് മ്യൂസ് 1299 രൂപയുടെ പ്രോഡക്റ്റ് 1199 രൂപ. എയർ ബേസ് ലൈവ് ബഡ്സ് 2199 രൂപയുടെ പ്രോഡക്റ്റ് 1299 രൂപയ്ക്കൊക്കെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഏത് ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വളരെ നല്ല അടിപൊളി റേറ്റിംഗ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് നിന്ന് ഒന്നും തന്നെ ചൂസ് ചെയ്തില്ല. എന്നാൽ ഈ ഒരു എൻകോർ പുതിയ പ്രോഡക്റ്റ് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വിശ്വസിക്കാം. ബോൾട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും റിവ്യൂ ഒക്കെ നോക്കിയിട്ട് മാത്രം അങ്ങോട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇനി മിവിയിലേക്ക് പോവുകയാണെങ്കിൽ ഡ്യൂപ്പോഡ്സ് M80 2999 പ്രോഡക്റ്റ് ഇപ്പോൾ നമുക്കത് 1899 രൂപയ്ക്കും. TED PM TED PM 40BK ഒരു മോഡൽ നമ്പർ മാത്രമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. 1499 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1099 രൂപയ്ക്ക് കിട്ടുന്നതാണ്. മിവിയിൽ എന്തായാലും ഈ ഒരു ഡ്യൂപ്പോഡ്സ് M80 അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. മിവിയുടെ 2000 രൂപയ്ക്ക് ഉള്ളിലുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിലേക്ക് പോകാം. ഇനി പീട്രോണിൽ നോക്കുവാണെങ്കിൽ ബേസ് സ്പോർട്സ് 992 1699 രൂപയുടെ പ്രോഡക്റ്റ് നമുക്കിപ്പോൾ
1399 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ ഒരു 992 ബിഗ് ബില്യൺ ഡേയ്സും അതുപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിനൊക്കെ മുന്നേ ആയിട്ട് ലോഞ്ച് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ്. ANC സഹിതം ഉണ്ട് ഇതിനകത്ത്. 1399 രൂപയ്ക്ക് ഒരു ANC ഉള്ള പ്രോഡക്റ്റ് വർത്ത് ബൈങ് തന്നെയായിരിക്കും. പിന്നെ ഈ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നോയ്സിലേക്ക് വരുവാണെങ്കിൽ ബഡ്സ് VS303 1799 രൂപയുടെ പ്രോഡക്റ്റ് 1299 രൂപയും, എയർബഡ്സ് 1799 പ്രോഡക്റ്റ് 1499. ഞാൻ ഉറപ്പായിട്ടും പറയണത് ഈ ഒരു നോയ്സ് എന്താ പറയുക റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇനി സൗണ്ട് കോഡിലേക്ക് നോക്കുവാണെങ്കിൽ ലൈഫ് നോട്ട് 2499 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് 1799 രൂപയ്ക്കും, കൂടാതെ 600 1799 പ്രോഡക്റ്റ് 1399 രൂപയ്ക്കും, ലൈഫ് ഡോട്ട് 2 3299 2799 പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കത് 1999 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ഇതിനകത്ത് ആക്ച്വലി ഒരു ലൈഫ് നോട്ട് നല്ല പ്രോഡക്റ്റ് ആണ്. കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയിൽ ഇത് 1499 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അത് 1799 കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. പെർഫെക്റ്റ് ഔട്ട്പുട്ട് ആണ്, മ്യൂസിക് ക്വാളിറ്റി ഒക്കെ പെർഫെക്റ്റ് ആണ്. എന്നാൽ നമ്മുടെ ചെവിയിൽ ചില സമയങ്ങളിൽ എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കത്തില്ല, പുറത്തേക്ക് വരുന്നൊരു ഫീൽ നമുക്ക് പലപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അതർവൈസ് നല്ല പ്രോഡക്റ്റിനാണ് മൈക്ക് ക്വാളിറ്റി ആയാലും മ്യൂസിക് ക്വാളിറ്റി ആയാലും. ഇനി 600 നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ് മ്യൂസിക് ക്വാളിറ്റിയാണ്. മൈക്ക് ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. 1799 രൂപയുടെ ബിൽഡ് ക്വാളിറ്റി അത് അത്രയ്ക്കൊക്കെ ഉള്ളൂ. എന്നാൽ അതിപ്പോൾ നമുക്ക് 1399 രൂപയ്ക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. ഇനി ലൈഫ് ഡോട്ട് 2 ഒരു 100 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് പ്ലേ ബാക്ക് ടൈം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാം. 1999 രൂപ മാത്രമേ നമുക്ക് ഇതിൽ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി ട്രൂക്കിലേക്ക് വരുവാണെങ്കിൽ ബഡ്സ് Q1 S1 അതേപോലെ തന്നെ BTG1 ഈ 3 പ്രോഡക്റ്റുകൾക്കും എനിക്കൊരു അതിശയം എന്ന് വെച്ചാൽ ഇതുവരെ കാശ് കുറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കാശ് കുറയുന്നത് ഞാൻ കാണുന്നത്. ബഡ്സ് Q1ന് 1299 പ്രോഡക്റ്റ് 999 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ, അതായത് ഒരു പ്ലസ് മെമ്പേഴ്സിന്. എന്നാൽ ഇപ്പോൾ നമുക്കത് 1099 രൂപയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബഡ്സ് S1 1499 രൂപയുടെ പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1299 രൂപയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് ആക്ച്വലി 1099 1199 ആയിരുന്നു ആ ഒരു പ്ലസ് മെമ്പേഴ്സിൻ്റെ സമയത്തുള്ള റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ BTG1 നോക്കുവാണെങ്കിൽ 1999 രൂപയുടെ പ്രോഡക്റ്റ് 1799 രൂപയ്ക്ക്. ട്രൂക്കിൻ്റെ പ്രോഡക്റ്റുകൾ പൊതുവെ നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. എന്നാൽ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി 6 മാസം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ 10 ദിവസത്തിന് ഉള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ മറന്നുപോയാൽ ആ വാറണ്ടി പോകും. കൂടാതെ സർവീസ് എന്ന് പറയുന്നത് വളരെ മോശമെന്നാണ് കുറേ കൂട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ട്രൂക്ക് ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ പൊതുവെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാത്തത് ഈ ഒരു സർവീസിൻ്റെ പ്രശ്നം കൊണ്ടാണ്. കാരണം 6 മാസത്തിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ സർവീസിന് കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് പണി തന്നെയാണ്. ആ ഒരു റീസണിൽ എന്തായാലും ട്രൂക്ക് നിങ്ങൾക്ക് അത് പക്ഷേ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോകുക എന്നുള്ളതാണ്. ഒരു ട്രൂക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കുറേ കൂട്ടുകാർക്ക് ഈ ഒരു സ്റ്റെം ടൈപ്പാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക ഇയർബഡുകൾ വേണമെങ്കിൽ നമ്മുടെ 1500 അകത്ത് നോക്കുവാണെങ്കിൽ ഓഫർ അല്ലാത്ത സമയത്തും കാണാൻ സാധിക്കുന്ന 2 പ്രോഡക്റ്റാണ് ഈ ഒരു ട്രൂക്ക് Q1 S1. കൂടുതൽ പേരും അതുകൊണ്ട് മാത്രമാണ് അതിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഇനി ഓപ്പോ എൻകോ ബഡ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് 1999 രൂപയാണ് നോർമൽ റേറ്റ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് കുറേ നാളായിട്ട് 1799 രൂപയ്ക്കാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കത് 1299 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ഈ ഒരു ഡീലിലെ ഏറ്റവും വർത്ത് ബൈങ് ആയിട്ടുള്ളൊരു ഡീലാണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഓപ്പോ എൻകോ ബഡ്സ് 1500 രൂപയ്ക്കകത്ത് നിങ്ങളൊരു പ്രോഡക്റ്റ് നോക്കുന്നെങ്കിൽ ഇപ്പോഴെന്നുള്ളത് ഞാൻ എല്ലാ പ്രാവശ്യവും പറയണത് ഈ ഒരു 1299 രൂപയുടെ ഓപ്പോ എൻകോ ബഡ്സ് തന്നെയാണ്. ഇതേ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ എപ്പോഴും ഇത് വെച്ചിട്ട് പാട്ട് കേൾക്കാറുണ്ട്. ബേസ് ലവേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഓപ്പോ എൻകോ ബഡ്സ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാലും ഇതിനകത്ത് ടോട്ടലി നോക്കുവാണെങ്കിൽ ഞാൻ ഏത് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ 2000 ഒരു 1500നും അല്ലെങ്കിൽ 2000 രൂപയ്ക്കും ഇടയിലാണെങ്കിൽ ഉറപ്പായിട്ടും ഗോപോർട്സ് നിയോ ഞാൻ ചൂസ് ചെയ്യും. അതേപോലെ തന്നെ 1500 താഴെയാണെങ്കിൽ ഓപ്പോ എൻകോ ബഡ്സും, കൂടാതെ 2000 രൂപയ്ക്ക് അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഒന്നെങ്കിൽ ഗോപോർട്സ് ചൂസ് ചെയ്യും അല്ലെങ്കിൽ ലൈഫ് ഡോട്ട് 2 ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എന്തായാലും 1000 രൂപയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 1500 രൂപയ്ക്കുള്ളിൽ 2000 രൂപയ്ക്കുള്ളിൽ ഇനി അതല്ല 2000 രൂപയ്ക്ക് മുകളിൽ നിങ്ങളൊരു ഇയർബഡ് വാങ്ങിക്കാൻ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.